കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങൾ. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ വരുന്ന സമയത്ത് യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ വരുന്നത് അവൻ മരിച്ചിട്ട് 4-ാം ദിവസമാണ്. ആ സമയം തന്നെ അവിടെ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയിരുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗങ്ങൾക്കകത്ത് നിന്ന് വായിക്കുന്നത്. നാറ്റം വെച്ച് തുടങ്ങിയ ലാസറിൻ്റെ കല്ലറയുടെ മുൻപിൽ നിന്നുള്ള യേശുവിൻ്റെ ആ ഒരു തലം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് അല്ലേ. മാർത്തയും മറിയും ഒരുപോലെ പറയുന്നൊരു വാചകമുണ്ട്, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മാത്രമല്ല അവരാഴമായിട്ട് യേശുവിനെ വിശ്വസിച്ചിരുന്നു. യേശു വരുമെന്നും യേശുവിനെ സൗഖ്യമാക്കുമെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. അതൊന്നും അവിടെ സംഭവിച്ചില്ല. ദീനം അറിഞ്ഞ യേശു പറഞ്ഞത് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനത്രേ എന്ന് പറഞ്ഞു. ഇവൻ മരിച്ച സമയത്ത് ലാസർ മരിച്ചതറിഞ്ഞ യേശു പറഞ്ഞത് അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയത്രേ ആകുന്നു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു അല്ലേ. എന്നിട്ടാണ് മരിച്ച് 4-ാം ദിവസമാണ് കല്ലറയ്ക്കൽ അടക്കം ചെയ്ത് 4-ാം ദിവസമാണ് യേശു കർത്താവ് ലാസറിൻ്റെ വീട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവന്നത്. അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ നമുക്കറിയാം. യേശു കർത്താവ് മാർത്തയോടും മറിയോടും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതെല്ലാം പറയുമ്പോഴും അവർക്കത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിഞ്ഞിരുന്നില്ല. കാര്യം അവർ ചിന്തിച്ചത് മരിച്ച് 4-ാം ദിവസമായി കല്ലറയിൽ നിന്ന് സ്മെല്ല് നാറ്റം വന്നു തുടങ്ങി, ഇനി അഴുകിയ ശരീരം എങ്ങനെയാണ് തിരിച്ചു വരിക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ആയിരുന്നു. അത് ഉൾക്കൊള്ളുക അസാധ്യമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അതിൻ്റെ 33-ാമത്തെ വാക്യം, അവൾ കരയുന്നത് അവളോട് കൂടെ വന്ന് യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന 3 യേശു കർത്താവിൻ്റെ കണ്ണുനീര് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഒന്ന് ഈ ഭാഗത്താണ് 33-ാം വാക്യത്തിൽ അവർ കരയുന്നത് കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി. 35-ാം വാക്യത്തിൽ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്ന ഒരു ഭാഗത്തെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി. അതൊരു ഗുഹയായിരുന്നു. അപ്പോൾ ഈ 3 ഭാഗങ്ങൾക്കകത്ത് യേശുവിൻ്റെ ഹൃദയം തകരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ യേശു കരഞ്ഞത് എന്തിനാണ്? ഒരു ഇമോഷനായിട്ട് അവിടെ സംഭവിച്ചൊരു കാര്യമാണോ? അല്ല. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ യഹൂദന്മാർ പറഞ്ഞത് ലാസറിനോടുള്ള പ്രിയം നിമിത്തമാണ് യേശു കരഞ്ഞു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതാണോ അതിൻ്റെ തലം? അല്ല. ലാസറിനോടുള്ള പ്രിയമല്ല യേശു അവിടെ കരഞ്ഞതിൻ്റെ ആഴം. അവിടെ കൂടിയിരുന്നവരുടെ മുൻപിൽ യേശു ഇവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന തലവുമല്ല യേശു കർത്താവിൻ്റെ കണ്ണുനീരിൻ്റെ ആഴമെന്ന് പറയുന്നത്. ആ ഭാഗങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് കല്ലറയ്ക്കൽ വന്നു നിൽക്കുന്ന യേശു കർത്താവ് പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ഇതുവരെ അപേക്ഷിച്ചത് സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് നൽകി, ഇതും എനിക്ക് നൽകി തരുമെന്നൊരു വിശ്വാസ പ്രഖ്യാപനം അവിടെ നടക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ കരഞ്ഞിട്ട് യേശു കർത്താവ് കല്ലറയ്ക്കൽ ചെന്നിട്ട് ലാസറിനോട് പറയുന്നത്, ലാസറെ നീ പുറത്തു വരിക. എന്താണ് അവിടെ നടന്ന വിടുതൽ? നിങ്ങൾക്കറിയാം, ലാസറ് ജീവനോടെ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി. ഇതിനകത്തൊരു വചനദൂത് കിടപ്പുണ്ട്. അസാധാരണമായ തരത്തിലുള്ള കഷ്ടതയോ കണ്ണുനീരോ നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് പുറത്തു വരുന്നുവെങ്കിൽ ഓർക്കണം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കപ്പെടുമെന്നുള്ളത് അറിയാതെ പോകരുത്. ഇവിടെ യേശു കരഞ്ഞു എന്നുള്ള സത്യമാണ്. ദൈവപുത്രനാണ്. യേശുവിൻ്റെ വാക്ക് മതി ഒരു മനുഷ്യനെ ഉയർപ്പിക്കാൻ. പക്ഷെ പിതാവിനോടുള്ള യേശുവിൻ്റെ സ്നേഹമാണ് ഇവിടെ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടവരുന്നത്. ആ അപേക്ഷയിൽ നിന്നാണ് ആ കണ്ണുനീര് പുറപ്പെട്ടു വന്നതെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ കരച്ചിലോടെ, കണ്ണുനീരോടെ, വിലാപത്തോടെ ഏത് വിഷയത്തിലാണോ നീ വ്യാകുലപ്പെടുന്നത്, ആ കരഞ്ഞ അനന്തരമായിട്ട് നീ ആ വിഷയത്തോട് കൽപ്പിച്ച് നിശ്ചയമായും ദൈവത്തിൻ്റെ കരം അതിനകത്ത് വെളിപ്പെട്ടു വരുന്നത് കാണുവാൻ കഴിയും. ഒരു വിടുതൽ ചലിക്കും.
മോശ കരഞ്ഞതിന് ശേഷമാണ് ചെങ്കടലിന് നേരെ വടി നീട്ടിയത്. ആ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് സ്തോത്രം അതിനനന്തരമായി വടി നീട്ടുക, കൽപ്പിക്കുക, പ്രാർത്ഥിക്കുക. ദൈവശക്തി നിശ്ചയമായിട്ട് വെളിപ്പെടും. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിലകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. എല്ലാ മഹത്വവും കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.